വിജയേട്ടൻ ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൽപ്പനാദേവി അവർ മറ്റു പരിപാടി പങ്കെടുത്ത കർഷക നേതാക്കളെ കർഷക സുഹൃത്തുക്കളെ വിനീതമായ നമസ്കാരം. മഴ വരുന്നു, നേരം നിങ്ങൾ ആരും ദുരിപ്പിക്കുന്നില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് വേഗം പിരിഞ്ഞു പോകണം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേഗം അവസാനിപ്പിക്കാം. വാഴപ്പുഴയിൽ പുലി കമ്പിവേലി കുടുങ്ങി ചത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷകനെ പ്രതിയാക്കുക, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ആൾ അയാൾ 2 മാസമായിട്ട് വരാത്ത ഒരാളുടെ പേരിൽ കേസെടുക്കുക. ഇത് നാളെ നമുക്ക് എല്ലാവർക്കും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇത് മനോഹരനായാലും വിജയനായാലും പ്രഭാകരനായാലും ബാലകൃഷ്ണനായാലും രാമനായാലും ഗോപാലായാലും എല്ലാവർക്കും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഫോറസ്റ്റിന്റെ ഇത്തരം നടപടി, ഈ കിരാതന നടപടി, അത് ഏത് വനനിയമത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും ശരി, കർഷകന്റെ നെഞ്ചത്തെ കുതിരകയറിയ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ആദ്യമേ മുഖപ്രസംഗത്തിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്, പുലി ചത്തതിന്റെ വിശദീകരണങ്ങളൊക്കെ കൂടെ പറഞ്ഞെങ്കിലും മൃഗ ഡോക്ടർ ഡോസ് കൂട്ടിയടിച്ചതിന്റെ ഫലമായിട്ടാണ് ആ പുലിയാകാനുണ്ടായ സാഹചര്യം. അല്ലാണ്ട് കമ്പിവേലി കുടുങ്ങിയിട്ടല്ല പുലി ചത്തത്. ഡോക്ടർ മരുന്ന് കൂട്ടിയടിച്ചതിന്റെ ഫലമായി, ഇഞ്ചക്ഷൻ അടിച്ചതിന്റെ ഫലമായിട്ടാണ് പുലി ചത്തത്. അല്ലാതെ കർഷകന്റെ നെഞ്ചത്ത് കുതിര കയറുകയല്ല. അതേപോലെ തന്നെ ഗ്രാമീണ മേഖലകളിൽ ഞങ്ങൾക്ക് സ്വൈരമായി കാട്ടുമൃഗങ്ങളുടെ ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾക്ക് നടക്കാൻ കഴിയുന്നില്ല. പാൽക്കാരൻ ആ വഴിക്ക് വരുന്നില്ല, പേപ്പറുകാരൻ വരുന്നില്ല, ചായക്കടയിലേക്ക് ആൾ വരുന്നില്ല, ഒരു ഓട്ടോറിക്ഷ രാത്രി വിളിച്ചാൽ വരുന്നില്ല. അത്ര ബുദ്ധിമുട്ടായ സാഹചര്യത്തിലാണ് മലയോര കർഷകരും അവിടുത്തെ ആദിവാസി സമൂഹവും. ഞാൻ ഇന്നലെ പറത്തോട് പുത്തമ്പാട് കൊട്ടൂർച്ചി കോളേജുകൾ മുഴുവൻ നടന്നും കയറി ഇറങ്ങിയിട്ടാണ് ഇന്നത്തെ ഇവിടെ അമ്മമാർ ഇവിടെ എത്തിയത്. അവർ പറഞ്ഞു, മനോഹരാട്ട ഞങ്ങൾ എങ്ങനെയാ ജീവിക്കണമെന്ന്. ഞാൻ അവിടെ നോക്കിയപ്പോൾ കാവുംപേരത്തിൽ നിറയെ ചക്ക നിൽക്കുന്നു കണ്ടു. അതിന് മുഴുവൻ വെട്ടിത്തളാൻ ഞാൻ പറഞ്ഞു. കാരണം ആന വന്നത് മുഴുവൻ പിടുങ്ങും. അതുകൊണ്ട് ചക്കയിന് ഇവിടെ നിർത്തിയത് അതിന് മുഴുവൻ പിടുങ്ങാൻ പറഞ്ഞു. അതുകൊണ്ട് വനത്തിൽ സംരക്ഷിക്കേണ്ട മൃഗങ്ങളെ അത് നിങ്ങളുടെ പദ്ധതിയാണ്. വനത്തിൽ നിന്ന് ഞങ്ങളുടെ കാട്ടിലേക്ക് വന്ന ഞങ്ങളുടെ ആത്മരക്ഷാർത്ഥം അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവരക്ഷാർത്ഥം ഞങ്ങൾ അവിടെ എന്ത് സംഭവിച്ചു പോയി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പുലി ഇതേപോലെ പുലിയോ ആനയോ വന്നാൽ സംരക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്. അതിന് ഞങ്ങളുടെ നേരത്തെ കുതിര കയറി ഞങ്ങളുടെ സ്ഥലത്ത് ചത്തത്തിന്റെ പേര് ഞങ്ങളുടെ പേര് കേസെടുക്കുന്നതിനോട് ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. പച്ചമഹിയിൽ എഴുതി പിടിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നുള്ള കേന്ദ്ര വനനിയമത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ഈ വനനിയമം ആദ്യം പൊളിച്ചതിനാൽ ഇവിടുത്തെ റേഞ്ച് ഓഫീസറും DFOവും അതുപോലെ തന്നെ കൺസർവേറ്റർ ഉൾപ്പെടുന്ന ഈ വനവകുപ്പ് ഉൾപ്പെടുന്ന കേന്ദ്രത്തെ കത്തയക്കണം. നിങ്ങൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈ നിയമത്തിൽ അപാകതയിട്ട് അതുകൊണ്ട് നിങ്ങൾക്കെതിരെ കേസെടുത്താൽ ജനങ്ങൾ ഇളകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള നിയമങ്ങളിൽ നിന്ന് ഇളവ് വേണമെന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഫോറസ്റ്റ് ഓഫീസറോടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോടും ഞങ്ങൾക്ക് വളരെ കുറവുണ്ട്. കാരണം കഴിഞ്ഞ 4-5 വർഷങ്ങളായി 3-4 വർഷങ്ങളായി നിരന്തരം ഞങ്ങൾ നിങ്ങളെ ബന്ധപ്പെടുന്നു. ഞങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങൾ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് നിങ്ങൾ നമ്മൾ കഴിയുന്നത്. അതിനൊരു വിഘാതം ഉണ്ടാക്കാനോ അതിനൊരു വിപരീത വരിയിൽ നിങ്ങൾ സഞ്ചരിക്കരുത്. നിങ്ങൾക്കെതിരെ ഞങ്ങൾ കൈയോകാനോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ സമരത്തിനെതിരെ നിങ്ങളുടെ ഗതികേട്ടിലേക്ക് നിങ്ങൾ എത്തിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കർഷകർക്കും അമ്മമാർക്കും സഹോദരന്മാർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.